ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഡ്രോൺ പറത്തിയുള്ള പരിശോധന, ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയാണ്. 20 മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന അത്യാധുനിക ഉപകരണം, അഡ്വാൻസ്ഡ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റക്ടർ, ആ സംവിധാനം ഉപയോഗിച്ചുള്ള, ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയും, 20 മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും. അതാണ് ഈ ഡ്രോൺ സംവിധാനത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ലോറി കിടക്കുന്ന, അർജുന്റെ ഭാരത് ബെൻസ് ലോറി കിടക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ, അത് എങ്ങനെയാണ് കിടക്കുന്നത്, അതിന്റെ ക്യാബിൻ എവിടെയാണ്, ആ പൊസിഷൻ എവിടെയാണ്, ആ കൃത്യമായ പ്രൊഫൈലിംഗ് മാർക്ക് ചെയ്തു തരാൻ ഈ ഡ്രോൺ പരിശോധനയിലൂടെ കഴിയും. അപ്പോൾ നിർണായകമായ ഘട്ടത്തിലേക്ക് ഈ ഒരു ഈ ഒരു രക്ഷാ ദൗത്യം നീങ്ങുകയാണ്, തെരച്ചിൽ നീങ്ങുകയാണ്. ഡ്രോൺ പറത്തിയുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. 2 മണിക്കൂറിനുള്ളിൽ എക്സാക്ട് ലൊക്കേഷൻ കിട്ടാൻ കഴിയും എന്നാണ് നേരത്തെ രാവിലെ സംസാരിച്ചപ്പോൾ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത്. KV രാഹുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ ഡ്രോൺ പരിശോധന, ഈ ഐബോർഡിന്റെ പരിശോധന ആരംഭിച്ച് ആ ലൊക്കേഷൻ കിട്ടാൻ. അത് അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത്. കാത്തിരുന്നത് ഈ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ഡ്രോൺ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. അല്പസമയം മുൻപാണ് അതിന്റെ ബാറ്ററി എത്തിച്ചത്. അത് ഘടിപ്പിച്ചുകൊണ്ട് ഡ്രോൺ പരിശോധന തുടങ്ങി എന്ന് തന്നെയാണ്. അതിന്റെ പ്രത്യേകതകൾ ആര് പറഞ്ഞു, ഇത്ര താഴ്ചയിൽ ഉള്ള സാധനങ്ങൾ കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. അത് ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോൺ സംവിധാനമാണ്. വളരെ ഉയരത്തിൽ പറത്തിയും പരിശോധിക്കാൻ കഴിയും. ഇപ്പോൾ എന്തായാലും പുഴയോട് ചേർന്ന്, അതായത് വെള്ളത്തിനോട് മുട്ടിയില്ല എന്ന വിധത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ്, തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 തവണ കരയുടെ അവിടെ നിന്ന് വെള്ളത്തിലൂടെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് വന്നു. അവിടെ നിന്ന് ശേഷം കരയിലേക്ക് വീണ്ടും പോയി, ഒരിക്കൽ കൂടി വീണ്ടും ഇങ്ങോട്ട് വന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി ഇത് കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ കരയോട് ചേർന്ന ഉള്ള ഭാഗത്തേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൺതിട്ടയുടെ തൊട്ടരികിലായാണ് ഡ്രോൺ ഉള്ളത്. ഏതായാലും ഇതിൽ കൃത്യമായൊരു റിസൾട്ട് ലഭിക്കും എന്നത് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം ഇത്രയൊക്കെ ലൊക്കേറ്റ് ചെയ്തു, അതെങ്ങനെയാണ് കിടക്കുന്നത്, അതിന്റെ ഘടന എങ്ങനെയാണ്, അവിടെ ബാക്കി എന്തൊക്കെയുണ്ട്, മണ്ണുണ്ടോ, കല്ലുണ്ടോ, പാറയുണ്ടോ, മരത്തടികളുണ്ടോ എന്നൊക്കെ വിശദമായി തന്നെ അറിയേണ്ടതായി ഉണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതിനുവേണ്ടിയുള്ള പരിശോധന കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തോട് ചേർന്ന് ഇപ്പോൾ ആ കരയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു ട്രക്ക് കിടക്കുന്നതിന് ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തേക്ക് വീണ്ടും ഡ്രോൺ വന്നിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ ഒരു ആശാവഹമായ കാര്യമാണ് എന്നതാണ്. കാരണം കാത്തിരുന്ന ഒരു സാധനമാണ്